നിങ്ങൾ ഡി എച്ച് സി പി സെർവറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ഡി എച്ച് സി പി കേട്ടിട്ടുണ്ടാവും പലരും. ഇപ്പോൾ ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ മോഡം കോൺഫിഗറേഷൻ ചെയ്യുമ്പോഴേക്കും ഡി എച്ച് സി പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡി എച്ച് സി പി സെർവർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഡൈനാമിക് ആയിട്ട് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡി എച്ച് സി പി എന്ന് പറയുന്നത് ഒരു സെർവറാണ്. ഈ ഡി എച്ച് സി പി എന്ന് പറഞ്ഞ സെർവർ എപ്പോഴാണ് ഉപയോഗപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള സിസ്റ്റങ്ങൾ, ഇതെല്ലാം നമ്മുടെ സിസ്റ്റങ്ങളാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ സിസ്റ്റത്തിനെല്ലാം നമുക്ക് ഓരോ ഐ പി ഉണ്ടാവും. ലാൻ ഐ പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ലാൻ ഐ പികൾ ഉണ്ടാവും. അപ്പോൾ ഈ ലാൻ ഐ പികൾ നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോർമലി നമ്മുടെ റൗട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ റൗട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡി എച്ച് സി പി സെർവർ എന്താണ്? ഡി എച്ച് സി പിയുടെ സെർവറിൻ്റെയും ആ ദൗത്യം അത് തന്നെയാണ്. അതായത് ഈ ഒരു റൗട്ടേഴ്സിന് ഓരോ സിസ്റ്റത്തിനും അതിൻ്റെ ലാൻ ഐ പികൾ, ആ ഐ പികൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഐ പി സ്റ്റാറ്റിക് ആയിരിക്കില്ല. അതായത് സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് സ്റ്റാറ്റിക് ആവുള്ളൂ. അല്ലാത്ത കേസുകളിൽ നമ്മളിത് ഒരു ഐ പി, ഈ ഒരു സിസ്റ്റത്തിന് ഐ പി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു 1.2 എന്നുള്ള 1.3 ആയിരിക്കും. അങ്ങനെ ഡൈനാമിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോരോ ഐ പികൾ മാറിക്കൊണ്ടിരിക്കും. പുതിയൊരു സിസ്റ്റം കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഈ ഐ പി ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇത് ഓൺ ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ ഐ പി ആവും കിട്ടുമ്പോൾ. അതായത് ഈ സീരിയലിൽ വരുന്ന ഈ 172.168.1.100 ഇത് ഒരു ഇപ്പോഴത്തെ ഒരു ഐ പി ഞാൻ നോർമലി പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു ഐ പി ആണെങ്കിൽ അതിൻ്റെ സീരിയലിൽ വരുന്ന 172.16.1.1 പിന്നെ 1.2 1.3 1.4 എന്ന് വെച്ചാൽ ആ ഒരു സീരിയലിലാണ് ഈ ഒരു ഡി എച്ച് സി പി സെർവർ ഈ ഐ പികൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ഡി എച്ച് സി പി സെർവറിന് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡം തന്നെയാണ്. മോഡത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡി എച്ച് സി പി ഒരു സെർവർ ഉണ്ട്. നമുക്ക് മോഡം ആണെങ്കിൽ ആ മോഡം ഒരു ഡി എച്ച് സി പി സെർവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്നാണത്. അതായത് ഈ ഡി എച്ച് സി പി സെർവർ, ഇതുപോലത്തെ ഒരു സെർവർ നമ്മുടെ ഈ ഒരു മോഡത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. സെർവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയ കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും അല്ല. അതൊരു സെർവർ, ഡി എച്ച് സി പി സെർവറുമായിട്ടുള്ള ചിപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, മോഡത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ മോഡത്തിൻ്റെ ഐ പി നമുക്ക് നോർമലി എത്ര തന്നെ 192.168.1.1 ഇതാണ് നമ്മുടെ മോഡം അല്ലെങ്കിൽ ONU വരുന്ന ഐ പി എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ONU അല്ലെങ്കിൽ മോഡത്തിന് വരുന്ന ഐ പി ഇതാണ്, ലാൻ ഐ പി, ഗേറ്റ് വേ ഐ പി 192.168.1.1 ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ നമുക്ക് നേരത്തെ അറിയാം മോഡം നമ്മുടെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾക്കൊക്കെ ആ ഒരു ഐ പി പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 192.168.1.2 ഇതാകുമ്പോൾ 1.3 1.4 അങ്ങനെ പറഞ്ഞിട്ട് 1.5 എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാനും പ്രൊവൈഡ് ചെയ്യും. ഐ പി എല്ലാം പ്രൊവൈഡ് ചെയ്യും. 192.168.1.1 1.2 1.3 1.4 എന്നിട്ട് നമ്മുടെ ഈ മോഡം തന്നെ ഈ ഒരു സീരിയലിൽ ഇതിൻ്റെ ഗേറ്റ് വേ ഐ പി വരുന്ന ഐ പിയിൽ ലാൻ ഐ പി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡത്തിനകത്തും ഇതുപോലത്തെ നമ്മുടെ ഈ പറഞ്ഞ ഡി എച്ച് സി പി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ഡി എച്ച് സി പി എനേബിൾ ആയി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ റൗട്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ സിസ്റ്റത്തിനായാലും ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും അതിനൊക്കെ നമ്മുടെ ഈ ഒരു മോഡത്തിനുള്ളിൽ തന്നെ ഐ പി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ഈ ഒരു ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതായത് ഡി എച്ച് സി പി സെർവർ അല്ലെങ്കിൽ ഡി എച്ച് സി പി എന്ന് പറയുന്നത്. ഡി എച്ച് സി പി ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകൾക്കും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലാൻ ഐ പി പ്രൊവൈഡ് ചെയ്യും. അത് മാറിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റാറ്റിക് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മോഡൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഐ പി ആണോ ഡൈനാമിക് ഐ പി ആണോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡൈനാമിക് സെറ്റ് ചെയ്യണത്. സ്റ്റാറ്റിക്കായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഐ പി ഏതെങ്കിലും നമുക്കിപ്പോൾ ഒരു 1.2 സെറ്റ് ചെയ്താൽ ആ ഒരു 1.2 മാത്രമാണ് ഈ സിസ്റ്റത്തിന് വരുള്ളൂ. ഈ സിസ്റ്റത്തിന് 1.2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു സ്റ്റാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കും. പക്ഷേ നോർമലി നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം കാണുന്നത് ഈ ഒരു ഡി എച്ച് സി പി ഐ പീസ് തന്നെയാണ്. അത് ഡി എച്ച് സി പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ പി റിലീസ് ചെയ്യും. അതായത് ഈ പറഞ്ഞ ഡിവൈസുകൾക്കെല്ലാം ഐ പി ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്യുകയും അത് സ്റ്റാറ്റിക് ആയിരിക്കില്ല. അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഐ പി ആയിരിക്കില്ല അപ്പുറത്തൊരു ഡിവൈസിന് കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പുറത്തെ ഡിവൈസിന് വേറെ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിന് ഈ ഒരു ഐ പി, അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 192.168.1.4 ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഐ പി. ഇത് നമ്മൾ ഡി എച്ച് സി പി ആയിട്ടാണ് നമ്മുടെ മോഡത്തിൽ കിടക്കുന്നതെങ്കിൽ, ഡി എച്ച് സി പി സെർവറിൽ ഡി എച്ച് സി പി ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ, നമ്മുടെ മോഡത്തിൽ ഡി എച്ച് സി പി ഫംഗ്ഷൻ ഓൺ ആയിരിക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിന് എപ്പോഴും ഈ ഒരു 1.4 തന്നെ ആയിരിക്കില്ല. അത് ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇൻ്റർനെറ്റ് കണക്ട് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് പിന്നെ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 1.5 ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ 1.3 ആയിരിക്കും കാണിക്കുന്നത്. മാറി വരും.
സ്റ്റാറ്റിക് വേണമെങ്കിൽ നമ്മളിത് സ്റ്റാറ്റിക് ആയിട്ട് സിസ്റ്റത്തിൽ കൊടുത്താലാണ് നമുക്കിത് സ്റ്റാറ്റിക് ആയിട്ട് ഈ ഒരു IP ഈ ഒരു സിസ്റ്റത്തിന് കിട്ടുകയുള്ളൂ. ഇല്ലാത്ത സമയത്തെല്ലാം അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഡൈനാമിക്കായിട്ട്, അതായത് സ്റ്റാറ്റിക് അല്ലാണ്ട് ഡൈനാമിക്കായിട്ട് IPകൾ മാറിക്കൊണ്ടിരിക്കും. അത് റിലീസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു DHCP സെർവർ, അല്ലെങ്കിൽ DHCP സെർവർ, അതായത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ സെർവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ തന്നെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ അത്രയുള്ള വലിയ സെർവർ ആ ഒരു സെറ്റപ്പ് അല്ല. അത് അങ്ങനെയും നമ്മൾ സെർവേഴ്സ് ഉണ്ട്, DHCP സെർവർ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡം തന്നെയാണ്. മോഡത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു DHCP സെർവർ ഇൻക്ലൂഡഡ് ആണ്. ആ മോഡം തന്നെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ IPs പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. DHCP എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡത്തിൽ നിന്ന് ഈ ഒരു ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും എല്ലാത്തിനും ആ ഒരു നെറ്റ്വർക്ക് LAN IP കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് DHCP എന്ന് പറയുന്നത്. അപ്പോൾ DHCP ഡിസേബിൾ ചെയ്തിട്ട് റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യാന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതെന്താണ് അവിടെ പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു മെയിൻ മോഡത്തിൽ നിന്ന് ആയിരിക്കുമല്ലോ നമുക്കൊരു മെയിൻ മോഡം ഉണ്ടാവും. ആ മെയിൻ മോഡത്തിൽ നിന്നായിരിക്കും നമ്മൾ അവർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആ ഒരു റൗട്ടർ വച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻ മോഡത്തിൽ DHCP ഉണ്ടാവും. DHCP ഈ മെയിൻ മോഡത്തിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് മോഡത്തിൽ DHCP വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മോഡും IP റിലീസാവും. അപ്പോൾ ഒരുപാട് IP വരെയും ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഈ രണ്ടാമത് വെച്ചതിനെ DHCP എന്ത് ചെയ്യും, DHCP ഡിസേബിൾ ചെയ്തിട്ടും. ഡിസേബിൾ ചെയ്യുമ്പോൾ എന്താ പറ്റണേ, ഇതിനകത്തൊന്നും IP സെറ്റ് ആവില്ല, IP പോവില്ല. ജസ്റ്റ് കണക്ഷൻ ഇതിനകത്ത് വരികയും ഇവിടുന്ന് ഡിവൈസുകളൊക്കെ കണക്റ്റ് ആവും. പക്ഷേ IP പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെയിൻ മോഡം തന്നെയായിരിക്കും. അതാണ് DHCP ഡിസേബിൾ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ DHCP എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. IP ഒക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഡിവൈസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് DHCP എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ.